പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടി മൊഴി മാറ്റി. പ്രതി രാഹുൽ നിരപരാധിയെന്നും രാഹുലിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ കളവെന്നും യുവതി പറഞ്ഞു. എൻ്റെ പേര് നിമ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻ. കെ എം ഉമേഷ് കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഉമേഷ്, വളരെ ചർച്ചയായ ഒരു കേസായിരുന്നു. ഇപ്പോൾ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്ത കാര്യം ഉൾപ്പെടെ ഭർത്താവ് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഈ പെൺകുട്ടി പറയുന്നു. എന്നാൽ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പരാതി നൽകാൻ ഒരുങ്ങുന്നുവെന്ന് കുടുംബം പറയുന്നു. ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? അസിത, ഈ എന്തൊക്കെയാണോ ഈ കുട്ടിയുടെ ഭർത്താവിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ അതെല്ലാം ഈ പെൺകുട്ടി തന്നെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഇതിലൊരു കാര്യം മാത്രം ആ കുട്ടി സമ്മതിക്കുന്നുണ്ട്, തന്നെ മർദ്ദിച്ചു എന്നുള്ളത്. അത് മറ്റു ചില കാര്യങ്ങളുടെ പേരിലായിരുന്നു മർദ്ദിച്ചത്. ബാക്കിയെല്ലാം ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കളവാണ്. സ്ത്രീധനം ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല, വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടില്ല, തന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ താൻ ആണ് ഒളിച്ചു വെച്ചത് എന്നൊക്കെ ആ പെൺകുട്ടി പറയുകയാണ്. എന്നാൽ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി പെൺകുട്ടി വീട്ടിലില്ല. ജോലി തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തേക്ക് ഒരാഴ്ച മുമ്പ് പോയതാണ്. സാധാരണഗതിയിൽ ജോലി ചെയ്യാൻ എന്നുള്ള മട്ടിൽ പോയതാണ്. കഴിഞ്ഞ ശനിയാഴ്ച പെൺകുട്ടിയുമായി സംസാരിച്ചു. പക്ഷെ അതിനുശേഷം പെൺകുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണ് ഈ കുട്ടി എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയാതിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായി പെൺകുട്ടി ഓഫീസിൽ വന്നിട്ടില്ല, ലീവാണ് എന്നുള്ള കാര്യം ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് അറിഞ്ഞത്. അപ്പോൾ എവിടെ വെച്ചാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് ഈ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതെന്ന് സംബന്ധിച്ചൊന്നും ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കറിയില്ല. അവർ സംശയിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ആരോപണ വിധേയർ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യിപ്പിച്ച് പോസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ് അവർ സംശയിക്കുന്നത്. ഒപ്പം ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം. ഇപ്പോൾ തീർത്തും ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഈ മൊഴിമാറ്റം അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത് തങ്ങളുടെ അറിവോടെയല്ല ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം തന്നെയാണ് രക്ഷിതാക്കൾ പറയുന്നത്. എന്തായാലും പെൺകുട്ടിയെ കാണാനില്ലെന്ന് ഈ ലൈവിൽ പെൺകുട്ടി, ഈ വീഡിയോ സന്ദേശത്തിൽ പെൺകുട്ടി പറയുന്നത് മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരവും നിർബന്ധപ്രകാരവുമാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി ഈ വീട്ടുകാർ നൽകുന്നു? അത് അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതിന്റെ കാരണമായി കുട്ടി എന്താണ് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് രാഹുലിനെതിരെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയെ കൊണ്ട് പരാതി നൽകിച്ചത്? അത് സംബന്ധിച്ച ഒരു വ്യക്തത ആ പെൺകുട്ടി പറയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ രാഹുലിനെ തനിക്ക് ഇഷ്ടമാണ്. ആ സമയത്തും പോലീസിൽ പരാതി നൽകിയതൊക്കെ ഈ രക്ഷിതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കുട്ടി പറയുന്ന ഒരു വാചകം ഇപ്പോൾ തങ്ങളുടെ ഒപ്പം നിന്നില്ലെങ്കിൽ തങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യും എന്ന തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ്. തങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഇനി ഇത്തരത്തിലൊരു അച്ഛനോ അമ്മയോ സഹോദരനോ ഉണ്ടാകില്ല എന്ന് ഈ പെൺകുട്ടിയോട് ഇവർ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് താൻ രക്ഷിതാക്കൾ പറഞ്ഞതനുസരിച്ച് വഴങ്ങി ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ അതെല്ലാം കളവായ ആരോപണങ്ങളായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താൻ അങ്ങനെ ആരോപണം ഉന്നയിച്ചതാണ് എന്നാണ് ഈ പെൺകുട്ടി നൽകുന്ന വിശദീകരണം.